എല്ലാരും എന്ത് പറയുന്നു, ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ, ദേ ന്യൂ ഇയർ ആകുമ്പോ അപ്പൊ ഈ കൊല്ലം നമ്മളിങ്ങനെ കഴിയുമ്പോ 2025 കഴിയാൻ പോലെ അല്ലേ. എന്ത് വേഗം ഒരു ഇയർ പോയത്. അപ്പൊ ഇച്ചുന് ഒരു എന്താ പറയാ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം കാണാൻ പോവാണ്. ഇപ്പൊ റീസെന്റ് ഭയങ്കര വൈറലാണ്, മറ്റേ റീൽസിലും ഇതൊക്കെ ഷോർട്ട് വീഡിയോസിലൊക്കെ ഭയങ്കര വൈറലായിട്ട് കൈലാസഗിരി എന്ന് പറയുന്ന ഒരു കുന്നാണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻ. അപ്പൊ അതില് പറയുന്നത് എന്താ വെച്ചാൽ പാണ്ഡവന്മാര് ഇങ്ങനെ പോയ ഒരു യുദ്ധത്തിന്റെ സമയത്തും ഇതൊക്കെ പോയ സമയത്തൊക്കെ എന്തോ തപസ്സിരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഹിസ്റ്ററി കറക്റ്റ് എനിക്കറിയില്ല. അപ്പൊ പറയുന്നതാണ് ഗൂഗിളൊക്കെ ചെയ്യുമ്പോ. അപ്പൊ കാണാനുണ്ട് അവിടെ. അപ്പൊ ഒന്ന് നമുക്ക് അങ്ങോട്ട് പോവാന്ന് ചോദിച്ച് കാണാനായിട്ട്. നമുക്ക് 2 മണിക്കൂർ യാത്രയുണ്ട്. ഒരു 77 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. എങ്ങനെയുണ്ട് നോക്കാം. അവിടെ പോയി എന്തായാലും നല്ല കൃഷി സ്ഥലങ്ങളായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഗ്രാമത്തിന്റെ പേരാണ് ചിന്താമണി. ചിന്താമണി എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. എന്തായാലും അവിടെ പോയി നമുക്ക് കാഴ്ചകൾ കാണാം. 46 കിലോമീറ്റർ അല്ലേ വഴിയൊക്കെ ഒരു ബാംഗ്ലൂരിന്റെ ആടോ തോന്നിയ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ താമസിക്കുന്ന അടുത്ത് നിന്ന് ഇവിടേക്ക് വന്നപ്പോഴേ വില്ലേജസ് ആണ് ഫുള്ള്. പിന്നെ കണ്ടമാനം ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് അല്ലേ. കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്നു അയ്യോ ഇത് കണ്ടു. ഔട്ടർ ബാംഗ്ലൂരാണ് അത് ശരിക്കും. അതൊക്കെയാണ് ഇങ്ങനത്തെ വഴികളൊക്കെയാണ്. പിന്നെ കുറെ എന്താ പറയാ പഴയ ഇവിടുത്തെ കർണാടക വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വഴി കൂടെയാണ് നമ്മളിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി അവിടേക്ക് ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്നു അല്ലേടാ. ഇത് പോണ വഴിക്ക് ഫുള്ള് അതാ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അധികം ആൾത്താമസമൊന്നുമില്ല. പക്ഷെ ഇഷ്ടംമാതിരി ട്രാഫിക് ഉണ്ട് നന്നായിട്ട്. അതായത് ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ ഫുള്ള് ഇവിടെ എത്താറായപ്പോ ഇങ്ങനെ കുറെ ഹില്ലുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഹില്ലുകൾ. അത് മറ്റേ നമ്മള് ഹംപിയിലൊക്കെ പോയപ്പോ കണ്ട പോലത്തെ ഇങ്ങനെ ഒരു ചെറിയ അമ്പലം, കല്ലുകളൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു ഹില്ല്. നല്ല ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 2 മണിക്കൂർ എടുക്കും പറയണേ. ഇത് കടപ്പ കൊറേ ബസ്സുകളൊക്കെ കാണാം. ആന്ധ്ര AP ബസ്സുകളൊക്കെ കാണാം. ഇങ്ങനെ ചെറിയ ഫോഗ് പോലെ ഉണ്ടോ. അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് കൊറേ ഇതുണ്ടാ ചെറിയ ചെറിയ എന്താ പറയാ ഹില്ലുകള് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അതിങ്ങനെ അടുത്ത് വരുമ്പോഴാട്ടോ കാണുന്നത്. അത് ഇവിടെ എത്താറായി. കൈലാസഗിരി 4 കിലോമീറ്റർ, ചിന്താമണി 5 കിലോമീറ്റർ. ചുറ്റിപ്പറ്റിയുള്ള സ്ഥലം തന്നെയല്ലേ. ചെറിയ ചെറിയ ടൗണുകളുണ്ട് ഇഷ്ടംമാതിരി. ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇങ്ങനെ ആൾത്താമസം ഇല്ലാന്ന് തോന്നുമെങ്കിലും കുറെ ചെറിയ ചെറിയ മാർക്കറ്റുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഭയങ്കര പച്ചപ്പും കൃഷിയൊക്കെ പ്രതീക്ഷ വന്നത്. ആ കൃഷി ഉണ്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ സാധാരണ ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേർട്സിൽ പോകുമ്പോഴുള്ള ആ ഒരു പച്ചപ്പില്ല. കണ്ടിട്ട് അതാ തോന്നുന്നില്ലേ. ഇവിടേക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഞാന് നേരത്തെ ഇവിടെ ക്ലിയർ ആവണില്ലാന്ന് പറഞ്ഞ ഹില്ലടിക്കാട്ടത് അവിടെ പാറ പൊട്ടിക്കിട്ടതുണ്ട്. അതാണ് കണ്ടോ പോക പൊടിയാണതിന്റെ. ദൂരെ നിൽക്കുമ്പോ മഞ്ഞ് പിടിച്ചാലേക്കായിരുന്നു. ഇവിടെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അതിന് വ്യത്യാസം. എന്താ നല്ല ഭംഗിയല്ലേ. എന്റെ ദൈവമേ അവിടെ പൊടിയ ഭയങ്കര പൊടിയാടാ. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ ഹോട്ടലാ ഒക്കെ വരാൻ പോണ്ട് അവിടെ. അവിടെ കല്ല് പൊട്ടിക്കുന്നുണ്ട്. കല്ല് മെറ്റൽ കൃഷി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ. അതിന്റെ താഴേക്ക് എത്തി തുടങ്ങിയിട്ടാ. പക്ഷെ ഇവിടെ എത്തിയപ്പോ വഴി ഭയങ്കര മോശം. കൺസ്ട്രക്ഷൻ നടക്കണുള്ളൂ. പണ്ട് നല്ല നല്ല ഒന്നാന്തര ഗ്രാമമായിരുന്നു. ഇപ്പൊ ഈ കൈലാസഗിരിയിലേക്ക് ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങി ഇവിടെ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയി വരുന്നുള്ളൂ. ഇവിടെയൊക്കെ നല്ല മോശം വഴി. മഴക്കാലത്തൊക്കെ നല്ല വെള്ളക്കെട്ടായിരിക്കുമല്ലോ ഇവിടെയൊക്കെ. ചെളി
ഇവിടെ നിറച്ച് ഇഷ്ടിക മറ്റേ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ ഹോട്ടൽസുകളൊന്നും കാണാനില്ല കേട്ടോ. ആ മെയിൻ റോഡിൽ വരുന്നിടത്ത് കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. കർണാടക സ്റ്റൈൽ ഫുഡ് ആയിരിക്കുള്ളൂ, അത് മാത്രമേ കാണാനുള്ളൂ. പിന്നെ അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലൊന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും കയ്യിലേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കരുതാം. അതിൻ്റെ താഴ്ഭാഗം എത്തി. ഇവിടെയൊക്കെ ഫുള്ള് റോഡ് മോശം, നല്ല കുടുങ്ങി 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 ഒരു വഴിക്കാണ് എത്തുമ്പോഴേക്കും. ഫുള്ളിങ്ങനെ പറകിട്ടല്ലേ, റോഡ് ഭയങ്കര മോശം. പക്ഷെ ഇവിടെ എത്തിയപ്പോ 1 വേ ആയി. ഇതിന്റെ കറക്റ്റ് താഴെ എത്തി നമ്മള്. അപ്പോ 1 വേ അത് നന്നായില്ലേ. ചെറിയ വഴി ഇതെങ്ങനെ പോവാനാ. കൊറേ കുന്നുകളിങ്ങനെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ പാറ ഇങ്ങനെ പൊട്ടി പൊട്ടി നിക്കുന്നതുണ്ട്. നല്ല തിരക്കുണ്ട്, ഇഷ്ടംമാതിരി വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടാവും. കൊറേ പാറ പൊട്ടിക്കണുണ്ട് ചില സ്ഥലത്ത്. എന്ത് വലിയ ഹില്ല അതൊക്കെ. നമ്മളെ താഴെ എത്തി, ഭയങ്കര തിരക്കാ. പാർക്കിംഗ് ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇനി അതിലേന്ന് അങ്ങനെ നടന്ന് കേറണം. നടന്നൊരു വഴിക്കാവും തോന്നിട്ട് കേറി. നമ്മുടെ ബെൻസിനെ മറ്റേ ബ്ലിങ്കിറ്റുകാരൻ കൊണ്ടുവന്ന് ഒന്ന് ചാമ്പിയിട്ടുണ്ട് ബാക്കിൽ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ തിരക്കിൻ്റെ ഇടയ്ക്ക്. അല്ലെ, ഇവിടെ ബാംഗ്ലൂരിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അത്. അവരടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി മൊബൈൽ എടുത്ത് നോക്കി എടുക്കും. നമ്മുടെ വണ്ടിമ്മ കൊണ്ട് ചാമ്പി. എന്ത് ചെയ്യാനാ, നമ്പർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത്ര തന്നെ. നല്ല ഭയങ്കര ഡസ്റ്റ് ഉണ്ടോ. കൺസ്ട്രക്ഷൻ നടക്കുന്ന ഇവിടെ പാറയൊക്കെ കുറെ പൊട്ടിച്ചിട്ടുണ്ട്. ഓരോ വണ്ടികളിങ്ങനെ പോകുമ്പോ കണ്ട റോഡ് കണ്ട ഫുള്ളിങ്ങനെ മണ്ണ് പൊടിഞ്ഞെടുക്കുക. മഴക്കാലത്ത് ഭയങ്കര ചെളിയായിരിക്കട്ടോ. ഭയങ്കര ഓരോ വണ്ടികൾ പോകുമ്പോഴേ പൊടി പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് പൊടി ചേർക്കാം. ഏട്ടുണ്ട് ഡ്രസ് മിക്ക നല്ല കേറ്റാട്ടക്കറ ചേട്ടാ. എങ്ങനെയുണ്ട് കയറ്റം? എങ്ങനെയുണ്ട് കയറ്റം കയറല്? മങ്കി മങ്കി കുട്ടികള് ഷൂ വയ്ക്കാനൊക്കെ സ്ഥലമില്ല കേട്ടാ. അതൊരു പണിയാണ്. തിരിച്ചു വരുമ്പോ ഷൂ ഉണ്ടാവും കേട്ടാ. ഇവിടെ ചെരുപ്പിക്കുന്ന സ്ഥലം, വേറെ ചെരുപ്പിക്കുന്ന സ്ഥലം ഇല്ല. അല്ലാതെ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോയിക്കാം. ഇതുണ്ടാ, ഇതാണ് ചെരുപ്പിക്കുന്ന സ്ഥലം. വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ സൗകര്യങ്ങളൊക്കെ ആയി വരുന്നുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. ഇനി ഇതാ ഈ ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഉണ്ട്, അത് കയറി പോണം നമുക്ക്. അടിപൊളി പാറ, നല്ല വലിയ പാറ കേട്ട്. ഒറ്റപ്പാറയാ ശരിക്കും. ഇവിടെ താഴത്തോട്ട് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കണം, എന്നാലും ഇതിന്റെ വലിപ്പം അയ്യോ കാണുള്ളൂ. ഇതല്ലെങ്കിൽ നിറച്ചിങ്ങനെ നമുക്ക് നമ്മള് വീട് വെക്കാനേ, വീടില്ലാത്തവര് ബിഗ് ഹോം, എത്ര വലിയ ഹോം വേണമെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ കല്ല് വറക്കി വെച്ചാൽ മതി. വിശ്വാസമാണ്. ഇതിലിങ്ങനെ കേറണം. വാ
ടെമ്പിൾ ഓപ്പണിംഗ് ടൈം ആയിട്ട് വെച്ചേക്കണം. ഞാൻ പറയണ്ട കേക്കണ്ടോന്ന് അറിയില്ല. സൺഡേ ഒന്ന് വരാൻ നിൽക്കരുത്. നമ്മള് സൺഡേ ആണ് വന്നിരിക്കണത്. ക്രൗഡ് ആണ്. അത് മാത്രല്ല അങ്ങനെ ഭയങ്കര പുറത്ത് സ്ഥലമൊന്നുമല്ല. വീട്ടിൽ നിന്ന് ബോറടിക്കുമ്പോ ഒന്ന് കറങ്ങിട്ട് വരാം. പിന്നെ ടെമ്പിൾ അമ്പലത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അമ്പലത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. പണി കഴിഞ്ഞാൽ കുറച്ചുകൂടി പറ്റിയോ പണികൾ ചെയ്യാനുണ്ട്. കൺസ്ട്രക്ഷൻ നടക്കണുള്ളൂ. എന്താ ഇച്ചുന് ഹോം ഉണ്ടാക്കാനുള്ള കല്ല് പെറുക്കി എടുക്കാണോ? എത്ര ഫ്ലോർ വേണം ഹോമിന്? എല്ലാ റോക്ക് പെറുക്കി എടുക്കണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോ നല്ല വ്യൂ ഉണ്ടല്ലോ അല്ലേ? നല്ല വ്യൂ ആണല്ലോ അല്ലേ ഇവിടുന്ന്? താഴെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ കയ്യിലാണ് നമ്മൾ വന്നേട്ടോ. പാറ കെട്ടൊരു സംഭവം തന്നെ കേട്ടോ. എങ്ങനെയായിരുന്നു നമ്മുടെ കേവ് ടെമ്പിൾ കണ്ട എക്സ്പീരിയൻസ്? ഓക്കെ അങ്ങനെ ഭയങ്കര വാവുന്നല്ല, ക്രൗഡ് ഉള്ളതുകൊണ്ടാണ് ഭ്രാന്ത് പിടിച്ചത്. ഭയങ്കര ആൾക്കാരെ ഫുൾ പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണോ പക്ഷെ വൺ ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ ഇതിന് വേണ്ടി വരാനുള്ള സ്ഥലം ഒന്നുമില്ല. ഈ വഴിക്ക് പോകുമ്പോൾ കണ്ടുപോകാനുള്ള മെയിനായിട്ട് സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ. 1 year ഇനി എടുക്കും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതെ പ്രത്യേകിച്ച് മഴക്കാലത്തൊന്നും വരരുത് ഇങ്ങോട്ട്. ആകെ ചെല്ലിയ വിന്റർ ആയിരിക്കും ബെറ്റർ. നല്ല അവിടുന്ന് സണ്ണ് ചേട്ടന്റെ വെളിച്ചുണ്ടായിരുന്നു. 5 o'clock ആയിട്ടാ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ തോന്നുന്നില്ല നമുക്ക്. കുറച്ച് ആൾക്കാർ അതുകൊണ്ട് ഏത് ആംഗിളിൽ തിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ തിരിച്ച് കാണിച്ചിരുന്ന ഫുൾ ആൾക്കാരാ. ക്രൗഡ്. ക്രിസ്മസ് വെക്കേഷനും സൺഡേയും കൂടിയാണ് അന്ന്. അപ്പൊ അതിന്റെ തിരക്കാണ്. റിയലൊക്കെ ഇത് ഫേമസ് ആയിട്ട് നല്ല തിരക്കുണ്ട്. ആൾക്കാർ ബസ്സൊക്കെ വിളിച്ചിട്ട് നമ്മളിട്ട് വലിയ വലിയ ടെമ്പിളുകളിലൊക്കെ പോകുമ്പോ തിരക്കുണ്ട്. ഈ ചുട്ട അവിടെ എന്നിട്ട് വീടുണ്ടാക്കാനുള്ള എത്ര ഫ്ലോറുള്ള കല്ലൊക്കെ പെറുക്കി വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങൂട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇറങ്ങുമ്പോ ഞാൻ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാം. ഇത് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ. അടുത്ത വീഡിയോ കാണാൻ. ഷാന എല്ലാവരും ബൈ പറയോ? എന്താ വീടുണ്ടാക്കാനുള്ള ബിൽഡിങ്ങിന്റെ കല്ലൊക്കെ പെറുക്കി വെച്ച് കഴിഞ്ഞോ? ഇനി മോറ് വേണോ? മോറ് വേണേ ഇവിടെ താഴത്തേക്ക് പോകണം. ഇവിടെ നടക്കുന്നത്. അവിടുന്ന് പോയി പെറുക്കി എടുത്തിട്ട് വരേണ്ടി വരും. വേണ്ട ഇവിടെ ഫുള്ള് ഇങ്ങനെ വെച്ചേക്കണ്ടത്. അവിടെ ആൾക്കാരൊക്കെ അങ്ങനെ പെറുക്കി വെക്കുന്നത് നിറച്ച്.